ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ചായ കുടിച്ചിട്ട് തിരികെ വന്ന് പിന്നെ നമുക്ക് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. വീട്ടു സാധനങ്ങളൊക്കെ കുറേയധികം വാങ്ങിക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടീ ഷോപ്പിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നതാണ് ചിലപ്പോൾ ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ പതിവിലധികം സന്തോഷവതിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മോൺസ്റ്റർ പ്ലാന്റ് ആണ് കേട്ടോ. ഇന്ന് എനിക്ക് ജോലിക്കിടയിൽ ഒരു വീട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ മുൻവശത്ത് കാട് പിടിച്ച പോലെ കിടക്കുമായിരുന്നു ഈ മോൺസ്റ്റർ പ്ലാന്റ്. അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് പൊട്ടിച്ച് തന്നിട്ടുള്ള ഒരു കട്ടിങ് ആണ് കേട്ടോ ഇത്. കുറേ നാൾ കൊണ്ട് എൻ്റെ പ്ലാന്റ് കളക്ഷനിൽ വേണമെന്ന് ആഗ്രഹിച്ച ഒരു ചെടിയായിരുന്നു ഇത്. അങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. തൽക്കാലം ഞാനിപ്പോൾ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ച് ഒരു ബാസ്ക്കറ്റിലാക്കി ഡെക്കോറായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ എപ്പോഴെങ്കിലും മണ്ണിലോട്ട് മാറ്റി നടണം. ഇനി നമുക്കൊരു മീൻകറി വെക്കാവേ. ഇത് കായൽ മീനാണ്. ഇപ്പോൾ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന മീൻ എന്താണെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞു. കാരണം പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായതുമില്ല. ഇപ്പം നല്ല ചൂടൊക്കെ തുടങ്ങിയത് കൊണ്ട് കായൽ മീനൊക്കെ കഴിക്കാനായിട്ടൊരാഗ്രഹം. കായൽ മീനാണോ കടൽ മീനാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അത് കടൽ മത്സ്യങ്ങൾ തന്നെയാണ്. കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കടൽ മത്സ്യങ്ങൾക്കാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇന്ന് ഞാൻ വാങ്ങിച്ച കായൽ മീനിൽ എനിക്ക് ആകെക്കൂടെ അറിയാവുന്നത് വറ്റ മാത്രമാണ്, കായൽ വറ്റ. പിന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ തേങ്ങ അരച്ചൊന്നും വെറുതെ സമയം കളയാനോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് ടേസ്റ്റ് ഇല്ലെങ്കിൽ തേങ്ങ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്ന ഒരു സാധാരണ കറിയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കും, പച്ചമുളകും അരിഞ്ഞിടും. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി തിരുമ്മി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കും. തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ വെട്ടിത്തേച്ച് കഴുകി വെച്ചിരിക്കുന്ന ഈ മീനെല്ലാം അതിനകത്തോട്ടിടും. അടച്ച് വെച്ച് വീണ്ടും ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മാങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ല മൂവാണ്ടൻ മാങ്ങയാണ് കിട്ടിയത്, അതോടെ ചേർത്ത് കൊടുത്തു. പിന്നെ അടച്ച് വെച്ച് ഒരു തിളവട വരുമ്പോഴത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ തൂകിയെടുക്കും. ഇതാണ് കറി. അടിപൊളി സൂപ്പർ ടേസ്റ്റ് എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം ഗുണവും മണമൊക്കെയുള്ള ഒരു നല്ല കറി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.